നിന്റെ വീട്ടുകാർ എന്ത് തന്നു, നിന്റെ അച്ഛൻ എന്ത് തന്നു, നിന്റെ അമ്മ എന്ത് തന്നു, അടുക്കള കാണാൻ വന്നപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് എന്തോന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് എന്നും എന്നെ വഴക്കുവാടിയാണ്. ഇപ്പൊ ദേഹോപദ്രവം തുടങ്ങി. അമ്മ എനിക്കിനി ജീവിക്കണ്ട ഇവിടെ. മടുത്തമ്മ, മടുത്തുപോയി. അമ്മയടുത്ത് പറയാൻ എനിക്ക് പല പ്രാവശ്യം ഞാൻ വിചാരിക്കും അമ്മയടുത്ത് പറയണമെന്ന്. പക്ഷെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അമ്മ, നിങ്ങൾ ആരും എന്നെ ശാപിക്കരുത്. എൻ്റെ അവസ്ഥയാണെന്ന് ആലോചിച്ച് വേണം നിങ്ങൾ എന്നെ ഒരിക്കലും ശപിക്കരുത്. അമ്മ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ വീട്ടുകാർക്കും ശിക്ഷ കിട്ടിയേ പറ്റും. അവരെ വെറുതെ വിടരുത്. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരെല്ലാവരുമാണ്. എൻ്റെ അമ്മാവൻ, എൻ്റെ അമ്മായി, എൻ്റെ നാത്തൂൻ, എൻ്റെ ഭർത്താവ്, എല്ലാവരും. ഭർത്താവിൻ്റെ അനിയൻ, നാത്തൂമാരും അവരും വന്ന നാത്തൂമാരെടുത്ത് എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ വീട്ടുകാർ എന്തൊക്കെ പറയുമെന്ന് അറിയാമോ? മടുത്ത അമ്മ ജീവിതം. ഞാൻ പോവേണം. പക്ഷെ ഭാഗ്യത്തിനാണ് അമ്മ എനിക്ക് മക്കളുണ്ടായെങ്കിൽ എനിക്ക് അവരെ വിഷമം കൊണ്ട് ഞാൻ അവരെയും കൂടെ കൊല്ലുമായിരുന്നു. പക്ഷെ മച്ചിയായിട്ട് പോയണോ എന്ന ഭാഗ്യം. മക്കളില്ലല്ലോ എന്നെ വേറെ. എന്തായാലും ഞാൻ പോവേണം അമ്മ. ഞാൻ അവിടെ ഇരുന്ന് അമ്മ അച്ഛനെ ഞാൻ കണ്ടോളാം. ശരി അമ്മ, ക്ഷമിക്കണം അമ്മ, ക്ഷമിക്കണം.